നമസ്കാരം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ആരോഗ്യപൂർണമായ ഒരു ജീവിതം നയിക്കാനാണ്. അത്തരത്തിൽ ആരോഗ്യപൂർണമായ ഒരു ജീവിതം നമുക്ക് സാധ്യമാകണമെങ്കിൽ പോഷക സമൃദ്ധവും സമീകൃതവുമായിട്ടുള്ള ഒരു ഭക്ഷണ രീതി നാം കൊണ്ടുവരണമെന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു സിസ്റ്റം ഫോളോ ചെയ്താലാണ് നമുക്ക് ആരോഗ്യപൂർണമായ ഒരു ജീവിതവും ആരോഗ്യപൂർണമായ ഒരു മനസ്സും കെട്ടിപ്പടുക്കാൻ സാധ്യമാവുകയുള്ളൂ. ഇന്നത്തെ ഈ കാലത്ത് ഭക്ഷണത്തിന് യാതൊരു ക്ഷാമവുമില്ല. എന്നാൽ അനുദിനം രോഗികളുടെ എണ്ണം കൂടി വരികയാണ്. ഈ ഒരു വിഷയത്തെ നമുക്ക് പണ്ടത്തെ കാലവുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. പണ്ട് കാലത്ത് ഭക്ഷണത്തിന് വളരെയധികം ക്ഷാമമായിരുന്നു. അതായത് ഭക്ഷണത്തിൻ്റെ ലഭ്യത വളരെ കുറവായിരുന്നു. അതേപോലെ തന്നെ ഈ ഭക്ഷണം നിർമ്മിക്കുന്ന ഹോട്ടലുകളുടെ എണ്ണവും കുറവായിരുന്നു. അതിനനുസരിച്ച് രോഗികളുടെ എണ്ണവും കുറവായിരുന്നു. അതേപോലെ തന്നെ ഈ രോഗികളെ ട്രീറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലുകളുടെ എണ്ണവും കുറവായിരുന്നു. എന്നാൽ ഇന്ന് നേരെ തിരിച്ചാണ്. ഇന്ന് ഭക്ഷണത്തിന് യാതൊരു ക്ഷാമവുമില്ല, ഇഷ്ടംപോലെ ഭക്ഷണം. അതേപോലെ തന്നെ ഹോട്ടലുകളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതിനനുസരിച്ചുകൊണ്ട് രോഗികളുടെ എണ്ണവും വർദ്ധിക്കുന്നു. ആ രോഗികളെ ട്രീറ്റ് ചെയ്യാനായി ഹോസ്പിറ്റലുകളുടെ എണ്ണവും ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം അനുദിനം ഇങ്ങനെ രോഗികളുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത്? ഒരു പക്ഷേ നാം ഫോളോ ചെയ്യുന്ന ആഹാര രീതിയായിരിക്കാം, അല്ലെങ്കിൽ നാം നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്ന വിഭവങ്ങളുടെ പോരായ്മയായിരിക്കാം. ഏതോ ഒരു കാരണമാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു തലമുറ നിത്യരോഗികളായിട്ട് മാറാൻ കാരണം. ഈ ഒരു വിഷയം മതപരമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് സംസാരിക്കാൻ ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ ഒരു വിഷയത്തെ ഗോൾഡൻ റൂൾസ് ഓഫ് അവർ ലൈഫ്, നമ്മുടെ ജീവിതത്തിലെ സുവർണ നിയമങ്ങൾ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു വിഷയത്തിൽ പ്രധാനമായിട്ടും 4 പോയിന്റുകൾ കൈകാര്യം ചെയ്യുന്നു. അത് 4 പോയിന്റും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ വീഡിയോ വളരെയധികം ദൈർഘ്യമാകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ഇത് 2 ആയിട്ടാണ് തിരിക്കാൻ ഉദ്ദേശിക്കുന്നത്, പാർട്ട് എ, പാർട്ട് ബി. അപ്പോൾ പാർട്ട് എയിൽ ഈ ഗോൾഡൻ റൂൾസ് ഓഫ് അവർ ലൈഫ് എന്ന് പറയുന്ന ഈ ഒരു വിഷയത്തിലെ ആദ്യത്തെ ഒരു പോയിന്റ് മാത്രം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ബാക്കി അടുത്ത പാർട്ട് ബിയിൽ സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഗോൾഡൻ റൂൾസ് ഓഫ് അവർ ലൈഫ് എന്ന് പറയുന്ന ആ വിഷയത്തിലെ ഒന്നാമത്തെ പോയിന്റായിട്ട് നമുക്ക് പറയാനുള്ളത്, വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക. നമ്മൾക്ക് എപ്പോഴാണോ വിശപ്പ് അനുഭവപ്പെടുന്നത് അപ്പോഴാണ് നാം ഭക്ഷണം കഴിക്കേണ്ടത്. ഒരു ഉദാഹരണത്തിന്, നമ്മൾ പ്രാതൽ കഴിച്ചു. ഈ കഴിച്ച പ്രാതൽ അത് ദഹിക്കാനെടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു 4-5 മണിക്കൂറിൻ്റെ സമയദൈർഘ്യം എടുക്കുമെന്നുള്ളതാണ്. അത് ദഹിച്ചതിന് ശേഷം അടുത്ത വിശപ്പ് എന്നുള്ളത് നമ്മുടെ തലച്ചോറിലേക്ക് മെസ്സേജ് പാസ് ചെയ്യും. ആ മെസ്സേജ് പാസ് ചെയ്താലാണ് നമുക്ക് വിശപ്പായെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോഴാണ് നാം അടുത്ത ഭക്ഷണം കഴിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണം കഴിച്ച് ദഹിച്ചതിന് ശേഷമാണ് നാം അടുത്ത ഭക്ഷണം കഴിക്കേണ്ടത്. നമുക്കറിയാം, ഇന്ന് കാണുന്ന മിക്ക രോഗങ്ങൾക്കും കാരണം നമ്മുടെ ആമാശയത്തിൻ്റെ കനം കൂടലാണ്. ആമാശയം എത്രമാത്രം കനം കൂടുന്നുവോ അത്രമാത്രം നാം രോഗികളായി മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ആമാശയം എത്രമാത്രം കനം കുറക്കുന്നുവോ നമ്മൾ രോഗവിമുക്തനായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആമാശയത്തിൻ്റെ കനം കൂടാതെ നാം സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരു ചൊല്ലുണ്ട്, ഭക്ഷണം മരുന്ന് പോലെ കഴിച്ചില്ലെങ്കിൽ അവസാനം മരുന്ന് ഭക്ഷണം പോലെ കഴിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഭക്ഷണത്തിൽ ഒരു ക്രമീകരണം കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മൾ നിത്യരോഗികളായിട്ട് മാറും. വാർദ്ധക്യമാകുമ്പോഴത്തേക്കും മരുന്ന് ഭക്ഷണം പോലെ 3 നേരം വെച്ച് നമുക്ക് കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഒരു മിതത്വം പാലിക്കണമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യൻ പല പാത്രങ്ങൾ നിറയ്ക്കാറുണ്ട്, പക്ഷേ ആമാശയം പോലെ വയറ് പോലെ മോശപ്പെട്ട ഒരു പാത്രവും മനുഷ്യൻ നിറച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ ആമാശയം എന്ന് പറയുന്നത് അത്രയും മോശപ്പെട്ട ഒരു പാത്രമാണ്. അത് നിറയ്ക്കേണ്ടത് അതിനൊരു ക്രമീകരണം, ഒരു ലിമിറ്റ് വെച്ചായിരിക്കണമെന്നാണ് പ്രവാചകൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നമുക്കറിയാം, പ്രവാചകൻ പറയുന്നത് ഭക്ഷണം എത്രമാത്രം നാം കുറക്കുന്നുവോ അത്രമാത്രം എന്നാണ്. അതിന് ഉദാഹരണമായിട്ട് മരുഭൂമിയിലെ ജീവികളെയാണ് പ്രവാചകൻ ചൂണ്ടിക്കാണിക്കുന്നത്. മരുഭൂമിയിലെ ജീവികൾക്ക് ഭക്ഷണം കുറവാണ്, അതേപോലെ തന്നെ അവർ അതിജീവനത്തിന് ഒന്നാമതാണ്. അപ്പോൾ ഭക്ഷണം എത്രമാത്രം കുറയുന്നുവോ അത്രമാത്രം നാം ഊർജ്ജസ്വലനായിട്ട് മാറും എന്നുള്ളതാണ് ഈ പറയപ്പെട്ടതിൻ്റെ അർത്ഥം. ഇനി നാം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്ന വിഭവങ്ങളിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നാണ്. നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന ചില ആഹാര രീതികളുണ്ട്.
ആ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്ന വിഭവങ്ങളിൽ ചില മാറ്റങ്ങൾ അനിവാര്യമാണ്. നമുക്കറിയാം, മലയാളിയെ സംബന്ധിച്ച് പൊറോട്ടയും ചപ്പാത്തിയും ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു വിഭവം നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. അത്രയും നമ്മളെ അത് സ്വാധീനിച്ചിരിക്കുകയാണ്. അത് അത്തരത്തിൽ സ്വാധീനിക്കാൻ കാരണം നമ്മളുടെ ഒരു ഹാബിറ്റായി മാറിക്കഴിഞ്ഞു, നമ്മുടെ ഒരു ശീലമായിട്ട് മാറിയത് കൊണ്ടാണ് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നിലകൊള്ളുന്നത്. അപ്പോൾ ഈ പൊറോട്ട ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മൈദ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ ഇമ്പോർട്ടാണ്. അത് സാധാരണയായിട്ട് ഈ പോസ്റ്ററുകൾ ഒട്ടിക്കുന്നതിന് വേണ്ടിയുള്ള പശ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ മൈദ ഉപയോഗിക്കുന്നത്. ഈ ഒരു മൈദയാണ് നാം നിത്യേന ഇങ്ങനെ അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വിഭവങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തൽസ്ഥാനത്ത് മറ്റ് വിഭവങ്ങൾ, പോഷകസമൃദ്ധമായ വിഭവങ്ങൾ നാം ഉൾപ്പെടുത്തണമെന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പൊറോട്ടയും ചപ്പാത്തിയും മാറ്റി പ്രാതലിന് അതിന് പകരമായിക്കൊണ്ട് അവിടെ ഫ്രൂട്ട്സ് നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. പക്ഷേ പെട്ടെന്ന് അത് സാധ്യമല്ല. കാരണം നമ്മുടെ ഹാബിറ്റാണ് മറ്റത്, ഏത്, പ്രോട്ടീൻ ചപ്പാത്തിയും. അപ്പോൾ ഫ്രൂട്ട്സ് പെട്ടെന്ന് കൊണ്ടുവരുന്നത് സങ്കല്പിക്കാൻ സാധിക്കില്ല. അത് പതുക്കെ പതുക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുമെന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രോട്ടക്കും ചപ്പാത്തിക്കും പകരം പ്രാതലിന് ഫ്രൂട്ട്സുകൾ ഉപയോഗിക്കാം. ആപ്പിള്, നേന്ത്രപ്പഴം, ഈത്തപ്പഴമൊക്കെ നല്ല ഊർജ്ജദായക ഫലമാണ്. ഒരു ദിവസത്തെ ദൈനംദിന പ്രവർത്തനത്തിന് ആവശ്യമായ ഊർജ്ജം നൽകും ഒരു 4-5 കായ ഈത്തപ്പഴം കഴിക്കുമ്പോൾ. അപ്പോൾ അത്തരത്തിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഫലങ്ങളാണിത്. ഇത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ആപ്പിൾ പോലെയുള്ള ഇത്തരം ഫ്രൂട്ട്സുകൾ നാം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസത്തെ പ്രാതൽ ആരംഭിക്കുന്നത് ഉപ്പ് കൊണ്ടുള്ള ഒരു വിഭവമായാൽ ഏകദേശം 70 രോഗങ്ങൾക്ക് അത് ശമനം നൽകുമെന്നുള്ളതാണ്. നമുക്കറിയാം, ഖുർആനിൽ പറഞ്ഞ 2 പ്രധാനപ്പെട്ട ഫ്രൂട്ട്സാണ്, ഒന്ന് സൈത്തൂൻ കായയും മറ്റൊന്ന് അത്തിപ്പഴവും. ഈ സൈത്തൂൻ കായ നമുക്ക് ലഭിക്കുന്നത് ഒരു ഉപ്പിൻ്റെ അംശത്തോടു കൂടിയാണ്. അപ്പോൾ ഈ ഉപ്പിൻ്റെ അംശമുള്ള സൈത്തൂൻ കായ നമ്മുടെ പ്രാതലിൽ ഉൾപ്പെടുത്തിയാൽ അത് പലതരം രോഗങ്ങൾക്ക് ശമനം നൽകുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ അത്തിപ്പഴം നല്ലൊരു ഫലമാണ്. ആ ഒരു ഫലം നമ്മൾ കഴിക്കുമ്പോൾ വളരെയധികം ഊർജം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. നാം ഒഴിവാക്കേണ്ട മറ്റൊരു പാനീയമാണ് ചായ. നമുക്കറിയാം, ഒരു ദിവസം തന്നെ 8-10 ഗ്ലാസ് ചായ കുടിക്കുന്ന ഒരുപാട് പേർ നമുക്കിടയിലുണ്ട്. പ്രാതലിനോടൊപ്പം ചായ, ലഞ്ചിനോടൊപ്പം ചായ, ഡിന്നറിനോടൊപ്പം ചായ. ഇത് കൂടാണ്ട് തന്നെ ഇതിൻ്റെ ഇടവേളകളിൽ, അതായത് ഒരു 11 മണി സമയത്തൊരു ചായ, 4 മണി സമയത്തൊരു ചായ, 6 മണിക്കൊരു ചായ, ഇങ്ങനെ ദൈനംദിനം 8-10 ഗ്ലാസ് ചായ കുടിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നാണ്. ഈ ചായ എന്ന് പറയുന്നത് മറ്റ് വിഭവങ്ങളോട് ഒപ്പം കുടിക്കുന്നത് നല്ലതല്ല. ഒരു ഉദാഹരണത്തിന് പ്രാതലിനൊപ്പം ചായ കുടിക്കുക, ലഞ്ചിനോടൊപ്പം ചായ കുടിക്കുക, ഡിന്നറിനോടൊപ്പം ചായ കുടിക്കുക അത്ര നല്ലതല്ല. മറ്റ് വിഭവങ്ങളോടൊപ്പം ചായ നല്ലതല്ല. വേണമെങ്കിൽ ചായ ഒരു ഉന്മേഷത്തിന് നമുക്ക് ഒരു ദിവസം ഒരു പ്രാവശ്യം, ഒരു 4 മണി ടൈമിൽ അല്ലെങ്കിൽ ഒരു 5 മണി ടൈമിൽ ഒരു പ്രാവശ്യം കുടിക്കുന്നത് കൊണ്ട് ദോഷമില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ചായയിൽ വിഷാംശം വളരെ കൂടുതലാണ്. ഇത് നമ്മുടെ ശരീരത്തിലെ ധാതുക്കൾ ഇല്ലാണ്ടാക്കാൻ സാധ്യമാകും. അതുകൊണ്ട് കഴിവതും ചായ ഒഴിവാക്കുന്നതാണ് നല്ലത്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ പാൽ ചായ കുടിക്കുന്നത് മലയാളിയും അതേപോലെ തന്നെ ബംഗാളിയുമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഒരു പക്ഷേ ഈ ചായക്ക് പകരം പിന്നെ എന്ത് കുടിക്കും? പച്ചവെള്ളം കുടിച്ചാൽ മതി. പച്ചവെള്ളം കുടിക്കുമ്പോഴത്തേക്ക് ധാരാളം, ഇപ്പോൾ ഉറങ്ങി എണീറ്റ ഉടനെ നമുക്ക് ചായ അല്ലെങ്കിൽ കോഫി കിട്ടിയിരിക്കണം എന്നുള്ളതാണ്. അതിന് പകരം നമ്മൾ പച്ചവെള്ളം ശീലമാക്കുക. ഉറങ്ങി എണീറ്റ ഉടനെ ഒരു 50 കിലോ ഉള്ള ഒരാൾ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചാൽ മതിയാവും. ഇനി 50 കിലോയ്ക്ക് മുകളിലാണെങ്കിൽ ഒരു 1.5 ഗ്ലാസ് 2 ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുമ്പോഴത്തേക്കും മതി എന്നുള്ളതാണ്. ഈ ചൂടുവെള്ളമാവരുത്, പച്ചവെള്ളമായിരിക്കണം ഏറ്റവും നല്ലത്. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ഈ പച്ചവെള്ളത്തിൽ അല്പം തേൻ കൂടി ചേർത്താൽ, ഒരു 3 ഡ്രോപ്സ് തേൻ കൂടി ഇതിലേക്ക് ചേർത്താൽ ഈ പച്ചവെള്ളം പിന്നെ ഭക്ഷണമായെന്നാണ്. അപ്പോൾ അത്തരത്തിൽ പച്ചവെള്ളത്തിന് പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിൽ ഒരു 3 ഡ്രോപ്സ് തേൻ കൂടി ചേർന്നാൽ അത് കുടിക്കുകയല്ല, പിന്നെ ഭക്ഷണമായിട്ട് കഴിക്കാൻ സാധിക്കുമെന്നാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഭവമാണ് മാംസം. പ്രവാചകൻ പറഞ്ഞത്, മാംസം എന്ന് പറയുന്നത് നമ്മുടെ സുപ്രയിലെ രാജാവാണ്. ഈ രാജാവ് നമ്മുടെ ദൈനംദിനമുള്ള ഭക്ഷണത്തിലെ ഒരു പ്രധാന പങ്കാളിയായിട്ട് മാറിക്കഴിഞ്ഞു. നമുക്കറിയാം, ഇന്ന് എല്ലാവരും ട്രെൻഡിന് പിന്നാലെ പോകുന്നു. ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും മന്തി കഴിക്കാണ്ട് പറ്റില്ല, ആ ഒരു അവസ്ഥയിലായിട്ട് മാറി. ഈ മന്തി നമുക്കറിയാം, അത് ക്വാർട്ടർ, ഹാഫ്, ഫുള്ളായിട്ട് അടിച്ചു കയറ്റുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാംസം കഴിക്കേണ്ടതെന്നല്ല, മാംസം കഴിക്കണം. അത് ധാരാളം പ്രോട്ടീനുണ്ട്. ആ മാംസം നമുക്ക് നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ്. പക്ഷേ ഇത് കഴിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടെന്നുള്ളതാണ്.
നമുക്ക് ഒരു ദിവസത്തെ ദൈനംദിന പ്രവർത്തനത്തിന് ആവശ്യമായ ഊർജം ലഭിക്കുന്ന തരത്തിലുള്ള ഒരു മാംസം നമുക്ക് കഴിക്കാം. അതായത് ഒരു 50 ഗ്രാം അല്ലെങ്കിൽ 100 ഗ്രാം ആ ഒരു അളവിനിടക്കാണ് നമ്മൾ ഈ മാംസം കഴിക്കേണ്ടത്. അത്തരത്തിൽ നാം മാംസം കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യും. അല്ലാത്ത പക്ഷം ആ മാംസം നമുക്ക് ദോഷമായിട്ട് മാറും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇന്ന് ഈ മന്തി അധികരിച്ചത് കൊണ്ട് ജീവിതശൈലി രോഗങ്ങൾ ഒരുപാട് വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി, അതായത് ഗോൾഡൻ റൂൾസ് ഓഫ് അവർ ലൈഫ് എന്ന് പറയുന്ന ഈ വിഷയത്തിൻ്റെ 2, 3, 4 പോയിന്റുകൾ നമുക്ക് പാർട്ട് ബിയിൽ കാണാം.